ഇറാനെതിരെ ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെതിരെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഇറാൻ പൗരന്മാർ തങ്ങളുടെ സഹോദരങ്ങളാണെന്നും ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പാകിസ്ഥാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന് മാത്രമല്ല, യമനും പലസ്തീനും ഇസ്രയേൽ ലക്ഷ്യമിടുന്നതായും ഖ്വാജ പറയുന്നു. ഐസൻ ജോസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഐസൻ, ഇറാനെതിരെ ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെതിരെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഖ്വാജ പറഞ്ഞു വെക്കുന്നത്? ഖ്വാജ ആസിഫിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഇസ്ലാമിക കൂട്ടുകെട്ട് സൃഷ്ടിച്ചെടുക്കുക, ശക്തമായി അതിനെ നിലനിർത്തുക എന്ന ലക്ഷ്യം പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് തന്നെയാണ്. അത് പാകിസ്ഥാന് ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് എന്നതും നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങളിൽ ഈ കൂട്ടുകെട്ട് ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇറാനെതിരായ ഇസ്രായേലിൻ്റെ സൈനിക നടപടികൾക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണമെന്നൊരു നിലപാട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പറച്ചിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്, തുറന്നു പറച്ചിൽ കൂടി ഉണ്ടായിരിക്കുന്നത് ഈ പാലസ്തീനെയും യമനെയും ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നുവെന്നാണ്. ഈ രണ്ട് രാജ്യങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നുവെന്നും അദ്ദേഹം പറയുമ്പോൾ അതിൽ നിന്നും ചില ദുരൂഹതകൾ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു നിലപാട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പാകിസ്ഥാൻ തന്നെ ഇത്തരത്തിലൊരു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം രൂപീകരിക്കാനുള്ളൊരു നീക്കം നടത്തുമ്പോൾ അത് ആഗോളതലത്തിൽ ചില വിലപേശലുകൾക്കുള്ള നീക്കങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, അദ്ദേഹം തന്നെ പറയുന്നു, ഒന്നിച്ചു നിൽക്കാത്തതിനാൽ പലയിടത്തും ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് തന്നെ ഒന്നിച്ചു നിൽക്കണമെന്ന ഒരു നിലപാടാണ്. മാത്രമല്ല, ആഗോള ഇസ്ലാമിക് കോപ്പറേഷൻ സംവിധാനങ്ങളെല്ലാം തന്നെ ചേർന്ന് പ്രമേയം പാസ്സാക്കണം ഇസ്രായേലിനെതിരെ എന്നതാണ് മറ്റൊരാവശ്യമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ഇറാൻ ആക്രമണത്തെ ഒരു വർഗീയ സ്വഭാവത്തോടെ അല്ലെങ്കിൽ ഒരു മുസ്ലിമുകൾക്കെതിരായ ഇസ്ലാം വിഭാഗത്തിനെതിരായ ഒരു ആക്രമണമായി കണക്കാക്കി ആ രീതിയിലുള്ളൊരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക, അത്തരത്തിലൊരു ലോകക്രമത്തെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നത് നീക്കത്തിൻ്റെ മുന്നോടിയായാണ് ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു നീക്കം ലോകത്തിൻ്റെ പുരോഗതിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നൊരു നീക്കമായിരിക്കുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിൻ്റെ ഇറാനെതിരായ ആക്രമണത്തെ പ്രതിരോധിക്കണമെന്നൊരാവശ്യമാണ് ഖ്വാജ ആസിഫ് മുന്നോട്ട് വയ്ക്കുകയും മാത്രമല്ല ഇറാനിലെ ജനങ്ങൾ തങ്ങളുടെ സഹോദരങ്ങളാണെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം. ഇത്തരത്തിലൊരു കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിൻ്റെ തുടക്കമാണ് ഈ നീക്കമെന്നാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ദേവിക.